ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കിഫ്ബി മസാല ബോണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഇ ഡി നോട്ടീസ് ബി.ജെ.പി. CPM ഒത്തുകളിയുടെ ഭാഗമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. SIR പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് മെഗാ കൈറ്റ് ഫെസ്റ്റിവൽ. ഇൻഡോ കൊറിയൻ ഓർത്തോപീഡിക് ഫൗണ്ടേഷന്റെ 33ാം വാർഷിക സമ്മേളനം ആർത്രകോൺ കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കിഫ്ബി മസാല ബോണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ED നോട്ടീസ് ബി.ജെ.പി. CPM ഒത്തുകളിയുടെ ഭാഗമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. കാലിക്കറ്റ് പ്രസ് ക്ലബിൽ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്നതിനോടൊപ്പം ഇടതു സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കോഴിക്കോട്ട് മാധ്യമങ്ങളുടെ മുന്നിലെത്തിയത്. ബി.ജെ.പി. CPM ഒത്തുകളിയും അന്തർധാരയും ഉണ്ടെന്നാരോപിക്കുന്ന കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രിക്കെതിരായ ED നോട്ടീസിലും ഈ ഒത്തുകളിയാണെന്ന് ആവർത്തിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ UDFന് അനുകൂലമാണ്. അശാസ്ത്രീയമായ വാർഡ് വിഭജനവും വോട്ടർ പട്ടികയിൽ ക്രമക്കേടും നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിലും മേലെയാണ് സർക്കാരിനെതിരെയുള്ള ജനവികാരമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. UDF ഈ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുമെന്നും സണ്ണി ജോസഫ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഐക്യജനാധിപത്യ മുന്നണിക്ക് നിലനിൽക്കുകയാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഐക്യജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളെ ചർച്ച ചെയ്യുന്ന ജനജീവിതത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും കേരളം ഭരിക്കുന്ന LDFും കേന്ദ്രത്തിലെ BJP പാർട്ടിയും പ്രതിക്കൂട്ടിൽ തന്നെ നിൽക്കുകയാണ്. ജനങ്ങളുടെ ജീവിത സാഹചര്യം വളരെ ദുരിതത്തിലാണ്, കഷ്ടതയിലാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കവർച്ച, അതിലെ പ്രതികളെ സംരക്ഷിക്കാനാണ് ഇന്നലെ ഇവിടെ വന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി പോലും ശ്രമിച്ചത്. പ്രധാനപ്പെട്ട ശബരിമല ഇഷ്യൂവിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ബോധപൂർവമായ ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ED നോട്ടീസ്. അതും മാല എലിയെ പ്രസവിച്ച അവസ്ഥയിൽ തന്നെ അത് അവസാനിക്കും. അതിൽ ആത്മാർത്ഥതയോടുകൂടിയല്ല, അതൊരു താൽക്കാലിക ശ്രദ്ധ തിരിക്കൽ അടവ് നയം മാത്രമായിട്ട് ഞങ്ങളതിനെ കാണുന്നു. ശബരിമല കേസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പത്മകുമാറിനെയും വാസുവിനെയും പാർട്ടി അച്ചടക്ക നടപടിക്ക് വിധേയമാക്കാത്തത്, പാർട്ടി കവചവർക്ക് സംരക്ഷിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവരെ പാർട്ടി തള്ളിപ്പറഞ്ഞാൽ അവർ ചില വെളിപ്പെടുത്തലുകൾ നടത്തും. അത് കൂടുതലായ ഉന്നതരായ CPM നേതാക്കന്മാരുടെ പങ്ക് വ്യക്തമാക്കും. മീറ്റ് ദ ലീഡർ പരിപാടിയിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി PK സജിത്തും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവരെത്തി. സ്വകാര്യ ആശുപത്രിയിൽ നിന്നും CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, മന്ത്രി PA മുഹമ്മദ് റിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങിയ മൃതദേഹം പാർട്ടി ഓഫീസിലേക്ക് എത്തിച്ചു. മന്ത്രിമാരായ MB രാജേഷ്, R ബിന്ദു, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, എളമരം കരീം, KK ശൈലജ, PK ശ്രീമതി, DYFI സംസ്ഥാന പ്രസിഡന്റ് വസീഫ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, CS സത്യഭാമ, CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു, VS സുനിൽകുമാർ, അഡ്വക്കേറ്റ് P ഗവാസ് എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം കൊയിലാണ്ടിയിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോയി. കൊയിലാണ്ടിയിലെ പൊതുദർശനത്തിന് ശേഷം സ്വദേശമായ അത്തോളിയിലേക്ക് കൊണ്ടുപോകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
3 പതിറ്റാണ്ടിലേറെ കാലം കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു കാനത്തിൽ ജമീല. 2 തവണ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ അവർ പൊതുസമൂഹത്തിന് മികച്ച സംഭാവനകൾ നൽകി. കാനത്തിൽ ജമീലയെ അനുസ്മരിക്കുകയാണ് പ്രമുഖ നേതാക്കൾ. അവരുടെ പ്രവർത്തനങ്ങൾ എന്നും മാതൃകാപരമാണ്. ഇനി എത്രയോ കാലം നമ്മോടൊപ്പം ജീവിക്കേണ്ടതായിരുന്നു. അതിന് സാധിക്കാതെ വന്നു. അവരുടെ വേർപാട് സ്ത്രീ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി ന്യൂനപക്ഷ വിഭാഗങ്ങളെ വളർത്തിയെടുക്കാൻ, സ്ത്രീ സമൂഹത്തെ വളർത്തിയെടുക്കാൻ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് പ്രവർത്തിച്ച നല്ലൊരു ഭരണാധികാരി. അവർ പ്രവർത്തിച്ച മേഖലകളിലെല്ലാം സ്ത്രീ സമൂഹത്തെ, ന്യൂനപക്ഷ വിഭാഗങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താൻ, അവരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു വലിയ സാമൂഹ്യ സേവിക കൂടിയാണ് സഖാവ് ജമീല. മികച്ച MLA എന്ന നിലയിൽ, അതോടൊപ്പം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഒക്കെ അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ എല്ലാ കാലവും ഓർമ്മിക്കപ്പെടും. 1995 ജനകീയാസൂത്രണത്തിൻ്റെ കാലത്ത് ഉയർന്നു വന്ന, തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ഉയർന്നു വന്ന ഒരു നേതാവാണ് സഖാവ് കാനത്തിൽ ജമീല. അധികാര വികേന്ദ്രീകരണവും ജനകീയാസൂത്രണവുമെല്ലാം കേരളത്തിന് സമ്മാനിച്ച പ്രഗത്ഭരായ ഒരു നിര വനിതാ നേതാക്കളിൽ ശ്രദ്ധേയയാണ് സഖാവ് കാനത്തിൽ. കാനത്തിലിൻ്റെ വിയോഗത്തിലുള്ള ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. കാനത്തിൽ ജമീല കോഴിക്കോട് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ ഭാവി പ്രതീക്ഷയായിരുന്നു. ഏതൊരു ഉത്തരവാദിത്വവും വിശ്വാസത്തോടുകൂടി ഏൽപ്പിക്കാൻ കഴിയാവുന്ന പ്രവർത്തന ശൈലിയാണ് അവർ സ്വീകരിച്ചത്. പാർട്ടിയുടെ അച്ചടക്കം കാത്തുസൂക്ഷിക്കുന്നതിലും സംഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും എപ്പോഴും അവർ വ്യാപൃതരായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സമൂഹത്തിനാകെ സ്വീകരിക്കാൻ കഴിയാവുന്ന ഒരു വിപ്ലവകാരിയെയാണ് കാനത്തിൽ ജമീലയുടെ വേർപാടോടുകൂടി ജനങ്ങൾക്ക് നഷ്ടമായത്. കാനത്തിൽ ജമീലയുടെ ആകസ്മികമായ ഈ വേർപാട് എല്ലാ ജനവിഭാഗങ്ങളെയും ദുഃഖിപ്പിക്കുന്നു എന്നുള്ളത് അവരുടെ പ്രവർത്തന ശൈലിയുടെ പ്രത്യേകതയാണ്. സ്ത്രീകളുടെ അവകാശ സമര പോരാട്ടങ്ങളിലൊക്കെ മുൻനിരയിൽ അവരുണ്ടായിരുന്നു. 1995 അവരെ എനിക്ക് അടുത്ത് പരിചയപ്പെടാൻ കഴിഞ്ഞത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരിയായി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായി, ബ്ലോക്ക് പ്രസിഡൻ്റായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിയായിരുന്നു സഖാവ് കാനത്തിൽ ജമീല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടേഴ്സ് ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ തിരുനാൾ മഹോത്സവം നടന്നു. വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും പരിശുദ്ധ കർമ്മങ്ങളിൽ പങ്കെടുത്തു.
വിശ്വാസികൾക്ക് അനുഗ്രഹമായും അണയാത്ത ദീപമായും പ്രശോഭിക്കുന്ന ബേപ്പൂർ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ആന്ത്രയോസിന്റെയും ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെയും തിരുനാൾ സംയുക്തമായി ആഘോഷിച്ചു. ഏകദിന ധ്യാനം, ജപമാല കൊടിയേറ്റം, ദിവ്യബലി, നൊവേന, ആഘോഷമായ നഗരപ്രദക്ഷിണം, കുർബാനയുടെ ആശീർവാദം തുടങ്ങിയ ചടങ്ങുകൾക്ക് ഉത്സവ ദിവസങ്ങളിൽ വൈദികർ നേതൃത്വം നൽകി. ഫാദർ ലൈജു പുതുശ്ശേരി, ഫാദർ ജസ്റ്റിൻ ഒള്ളാട്ടുപുറം, ഫാദർ ജിജു പള്ളിപ്പറമ്പിൽ, ഡോക്ടർ ജെൻസൺ പുത്തൻ വീട്ടിൽ, ഡോക്ടർ മാത്യു പുളിന്താനം എന്നിവർ പരിശുദ്ധ കർമ്മങ്ങളിൽ പങ്കെടുത്ത് വിശ്വാസികളെ ആശീർവദിച്ചു. തിരുനാൾ ദിനത്തിലെ ആഘോഷമായ ദിവ്യബലിക്ക് ഫൊറോന വികാരി മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ റവറൻ ഡോക്ടർ ജെറോം ചിങ്ങന്തറ നയിച്ചു. പാരിഷ് കൗൺസിൽ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് സ്നേഹവിരുന്നും തുടർന്ന് ഇടവക കുടുംബാംഗങ്ങളുടെ കലാവിരുന്നും ഒരുക്കി. വൈകിട്ട് കൊടിയിറക്കത്തോടെ 6 ദിവസങ്ങളിലായി നടന്ന തിരുനാൾ മഹോത്സവ പരിപാടികൾ സമാപിച്ചു. പരിപാടികൾക്ക് കൺവീനർ വില്യം ജോൺ, ജോയിന്റ് കൺവീനർ ബെനറ്റ് കൊറിയ, ബാബു, പാരിഷ് കൗൺസിൽ സെക്രട്ടറി ജോയ്മോൻ തറമ്മൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. SIR പ്രചാരണ പ്രവർത്തനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് മെഗാ കൈറ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 1000-ലധികം NSS വളണ്ടിയർമാർ ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് ബീച്ചിൽ മെഗാ കൈറ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ബീച്ച് മെയിൻ സ്റ്റേജിന് സമീപത്ത് ജില്ലാ തിരഞ്ഞെടുപ്പ് വിഭാഗം, ജില്ലാ സ്വീപ് സെൽ, ജില്ലാ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീം, വൺ ഇന്ത്യ കൈറ്റ് ടീം തുടങ്ങിയവരുടെ ആഭിമുഖ്യത്തിലാണ് ഫെസ്റ്റിവൽ നടത്തിയത്. ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള 1000 വിദ്യാർത്ഥികൾ മെഗാ കൈറ്റ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി. പരിപാടിക്ക് മുന്നോടിയായി സരോവരം ബയോ പാർക്കിൽ തിരഞ്ഞെടുത്ത 15 കോളേജുകളിലെ 300ഓളം കോളേജ് വിദ്യാർത്ഥികൾക്കായി പട്ടം നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചിരുന്നു. SIR നടപടികളുടെയും ഇലക്ഷൻ പ്രചാരണങ്ങളുടെയും ഭാഗമായി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്, NSS എന്നിവയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഈ SIRന്റെ മെസ്സേജ് നമുക്ക് സൊസൈറ്റിയിലെ ഒരു വളരെ പോസിറ്റീവായിട്ട് മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷനിലെ വളരെ പ്രധാനപ്പെട്ട എക്സസൈസ് ആണ് SIR. നമുക്ക് കോഴിക്കോട്ടെ ഓൾമോസ്റ്റ് ഒരു കംപ്ലീഷൻ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു നന്നായി പബ്ലിസിറ്റി കിട്ടും. ഈ വോട്ടിന്റെ നഷ്ടം, വോട്ടിന്റെ ഒരു അധികാരം, അത് രണ്ടും അത് നമുക്ക് ഇൻഷോർ ചെയ്യണം. ഒരു നഷ്ടം ഉണ്ടാവില്ല, എല്ലാവർക്കും ഒരു വോട്ട് കിട്ടണം. ആൻഡ് നോ വോട്ടർ ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്. വളരെ സിമ്പിൾ ആയിട്ട് മെസ്സേജ് ഉണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ. ഈ SIRന്റെ എക്സസൈസ് അതിന് വേണ്ടിയാണ്. എല്ലാവർക്കും നന്ദി. എല്ലാ NSS കോർഡിനേറ്റേഴ്സും, കോളേജ് സ്റ്റുഡൻസ്, കുട്ടികളും, ടീച്ചേഴ്സും, നമ്മുടെ ഇന്റേൺസ്, ടീം, രജീഷും, ബാക്കി എല്ലാ ഗ്രൂപ്പിലെയും നന്ദി. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, അസിസ്റ്റന്റ് കളക്ടറും ജില്ലാ സ്വീപ് സെൽ കോർഡിനേറ്ററുമായ മോഹനപ്രിയ, ഡെപ്യൂട്ടി കളക്ടർമാരായ C ബിജു, ഗോപിക ഉദയൻ, ജില്ലാ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ് കോർഡിനേറ്റർ ഡോക്ടർ നിജീഷ് ആനന്ദ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജില്ലാ NSS കോർഡിനേറ്റർ രാജഗോപാൽ, ജില്ലാ കോർഡിനേറ്റർ ഫസീൽ അഹമ്മദ്, വൺ ഇന്ത്യ കൈറ്റ് ടീം സാരഥി അബ്ദുള്ള മാളിയേക്കൽ തുടങ്ങിയവർ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്ത്രീ സംരംഭകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചു. പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ ഒരുക്കിയ മേള കെ പൂർണിമ മേനോൻ ഉദ്ഘാടനം ചെയ്തു. വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ സ്ത്രീ സംരംഭകർക്ക് വേണ്ടി അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും പ്രദർശിപ്പിക്കുവാനും വിപണനമേള സംഘടിപ്പിച്ചു. പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന മേള കെ പൂർണിമ മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഉഷ രവീന്ദ്രൻ, ലക്ഷ്മി നന്ദകുമാർ, ലക്ഷ്മി ശിവകുമാർ, രാധാമണി മോഹനചന്ദ്രൻ, രുക്മിണി വിജയൻ, ശശികല തമ്പാൻ, ഗീതാ നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 40ഓളം സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. സൗത്ത് ഇന്ത്യ ഇന്നേവരെ കാണാത്ത എപ്പിക് എക്സ്പീരിയൻസ് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം. അനുഭവിച്ചറിയാം. മൈജി ഫ്യൂച്ചറിന്റെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ എപ്പിക് ഷോറൂം മൈജിയുടെ സ്വന്തം നാടായ കോഴിക്കോട് തൊണ്ടയാട് വരുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തളി മഹാദേവ ക്ഷേത്രത്തിന്റെ കുളവും പരിസരവും ഹനുമാൻ സേനയുടെ ആഭിമുഖ്യത്തിൽ ശുചീകരിച്ചു. സംസ്ഥാന ചെയർമാൻ AM ഭക്തവത്സലൻ ഉദ്ഘാടനം ചെയ്തു. 100ഓളം സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്തു. തളി മഹാദേവ ക്ഷേത്രത്തിന്റെ കുളവും പരിസരവും വൃത്തിയാക്കി മാലിന്യവും കാളുകളും നിറഞ്ഞ കുളം ഹനുമാൻ സേനയുടെ 100ഓളം വരുന്ന സന്നദ്ധ ഭടന്മാർ ചേർന്ന് വൃത്തിയാക്കി. ഹനുമാൻ സേന സംസ്ഥാന ചെയർമാൻ AM ഭക്തവത്സലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൈതൃക ക്ഷേത്ര നഗരിയായ തളി ക്ഷേത്ര പരിസരം വൃത്തിയായി സൂക്ഷിക്കുവാനും സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം അവസാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ക്ഷേത്ര പൈതൃക നഗരിയെ പാവനമായി നിലനിർത്തേണ്ടത് ഹനുമാൻ സേന പ്രവർത്തകരുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര പൈതൃക നഗരിയിൽ ഈ രീതിയിലുള്ള അനാശാസങ്ങളും മദ്യവും മയക്കുമരുന്നും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും അടിച്ചമർത്തുക തന്നെ ചെയ്യും ഹനുമാൻ സേന ഭാരതത്തിൽ. 100ഓളം പ്രവർത്തകർ പങ്കെടുത്ത ശ്രമദാനം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നീണ്ടുനിന്നു. സജയ് നിസരി, വായുപുത്രൻ, ഓച്ചോളി കൃഷ്ണൻ, പുരുഷ മാസ്റ്റർ, ശോഭ, രാധ ബേപ്പൂർ, ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ധനേഷ് ജയിൽ റോഡ് സ്വാഗതവും സുജിത്ത് നരിക്കുനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇൻഡോ കൊറിയൻ ഓർത്തോപീഡിക് ഫൗണ്ടേഷൻ 33ാം വാർഷിക സമ്മേളനം ആർത്രകോൺ 2025 കോഴിക്കോട്ട് നടന്നു. സമ്മേളനം ഡോക്ടർ P. ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. അസ്ഥിരോഗ വിദഗ്ധരുടെ സംഘടനയായ ഇൻഡോ കൊറിയൻ ഓർത്തോപീഡിക് ഫൗണ്ടേഷന്റെ 33ാം വാർഷിക സമ്മേളനം ആർത്രക്രോൺ 2025 കോഴിക്കോട് നടന്നു. നടക്കാവ് GMC ഓർത്തോ ഹോസ്പിറ്റലിൽ നടന്ന സമ്മേളനം പ്രൊഫസർ ഡോക്ടർ P. ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കൃഷ്ണകിരൺ ഹൈദരാബാദ്, ഡോക്ടർ അനിൽ ഉമ്മൻ ബെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, ഡോക്ടർ സുഗവനം ലണ്ടൻ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ സേലം, ഡോക്ടർ ശിവകുമാർ മധുരൈ മെഡിക്കൽ കോളേജ്, ഡോക്ടർ സന്ദീപ് വിജയൻ മണിപ്പാൽ മെഡിക്കൽ കോളേജ്, ഡോക്ടർ സൗരഭ് ഷെട്ടി, ശിവായ് പൊട്ല, ഡോക്ടർ ഗോപിനാഥൻ, ഡോക്ടർ സുബിൻ സുരേന്ദ്രൻ, ഡോക്ടർ മുഹമ്മദ് ഫാസിൽ, ഡോക്ടർ രാജു, ഡോക്ടർ അബ്ദുൽ ഗഫൂർ എന്നിവർ പ്രഭാഷണം നടത്തി. Now, though its work had started long back, it has gained popularity mainly because of the recent demand for smaller size incisions and also because of the immediate post-operative pain relief. If you see the diagnostic criteria, the Musculoskeletal Infection Society and the International Consensus Group had put forward their guidelines, which has been updated by Parvesi. A peripheral rim fitting cup, medial bone graft, and reconstruction using a highly porous hemispherical socket. So these are cases where you can actually do a in-cement revision. You don't need to remove the cement. The problem is on the acetabular side. You just revise the... സമ്മേളനത്തോടനുബന്ധിച്ച് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന 3 രോഗികൾക്ക് സൗജന്യമായി ഇടുപ്പ് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. ഡയറക്ട് ആന്റീരിയൽ അപ്രോച്ച് എന്ന അതിനൂതന സംവിധാനം ഉപയോഗിച്ചായിരുന്നു സർജറി. ദക്ഷിണേന്ത്യയിൽ ഇത്തരത്തിലൊരു ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ക്യാമ്പ് ആദ്യമായാണ്. അസ്ഥിസന്ധികളിൽ വരുന്ന അസുഖങ്ങൾ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതിനോടൊപ്പം കടുത്ത വേദനയും ഉണ്ടാക്കാം. പരമ്പരാഗത ചികിത്സാ രീതിയേക്കാൾ രോഗാവസ്ഥയിൽ നിന്ന് എളുപ്പത്തിൽ മുക്തി നേടാൻ ഡയറക്ട് ആന്റീരിയൽ അപ്രോച്ച് ശസ്ത്രക്രിയ വഴി സാധിക്കുമെന്ന് ഡോക്ടർ ഗോപിനാഥൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. LIC ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് 3, 4 തസ്തികകളിൽ റിക്രൂട്ട്മെന്റ് നടത്തണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ വനിതാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഒട്ടേറെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴും നിയമനത്തിന് തയ്യാറല്ലാത്ത LIC മാനേജ്മെന്റ് നടപടി യുവജനങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണെന്ന് പ്രമേയം വിലയിരുത്തി. കൺവെൻഷൻ ഡോക്ടർ M. ഷിലു ജാസ് ഉദ്ഘാടനം ചെയ്തു. വനിതാ സബ് കമ്മിറ്റി കൺവീനർ T. ബിന്ദു, PP കൃഷ്ണൻ, MJ ശ്രീറാം, K. രേഖ, ദിപ്ന ദിനേശ്, KP ബിന്ദു, PM ബീന, NB പ്രമീള, P. രജില, PK ഭാഗ്യബിന്ദു, ബിന്ദു ശങ്കർ, M. ബിജിഷ, NP ശ്രീലത, K. നിഷ, CH സപ്ന, VK ഷഹാന എന്നിവർ പ്രസംഗിച്ചു. ഫാദർ ജോസ് പുളിക്കത്തറയുടെ പൗരോഹിത്യ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഡിസംബർ 3 ബുധനാഴ്ച രാവിലെ കോഴിക്കോട് സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ സാന്നിധ്യത്തിൽ ആഘോഷമായ കുർബാന അർപ്പിക്കും. അതിരൂപതയിലെ പുരോഹിതരും സിസ്റ്റേഴ്സും അൽമായരും പുളിക്കത്തറ അച്ഛന്റെ ബന്ധുമിത്രാദികളും പങ്കെടുക്കും. തുടർന്ന് പാരിഷ് ഹാളിൽ വെച്ച് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കും. കോഴിക്കോട് അതിരൂപത വികാർ ജനറൽ മോൺ ജെൻസൺ പുത്തൻ വീട്ടിൽ അധ്യക്ഷനാകും. ചടങ്ങിൽ അതിരൂപത മെത്രാപ്പൊലീത്ത വർഗീസ് ചക്കാലക്കൽ പിതാവ് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഫാദർ ജോസ് പുളിക്കത്തറ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിഫ്ബി മസാല ബോണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ED നോട്ടീസ് BJP CPM ഒത്തുകളിയുടെ ഭാഗമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. SIR പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് മെഗാ കൈറ്റ് ഫെസ്റ്റിവൽ. ഇൻഡോ കൊറിയൻ ഓർത്തോപീഡിക് ഫൗണ്ടേഷന്റെ 33ാം വാർഷിക സമ്മേളനം ആർത്രകോൺ കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.